നമസ്കാരം, ഞാൻ പ്രയാഗ്. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്, ഷെയറുകളും വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലിട്ടൊരു വീഡിയോയിൽ ഒരു സംശയം ചോദിക്കുകയുണ്ടായി. നമ്മുടെ ചേഞ്ച് ഓവർ കഴിഞ്ഞ് 50 KW പ്രൊജക്റ്റിൻ്റെ ഒരു പാനൽ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അപ്ലോഡ് ചെയ്ത്. ഇപ്പോൾ ചേഞ്ച് ഓവർ കഴിഞ്ഞിട്ട് ഐസൊലേറ്റർ കൊടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ഓവർ കഴിഞ്ഞിട്ട് കോമൺ ഒരു MCCB കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കൊരു ELR പ്രൊവൈഡ് ചെയ്യണം. ആ സിസ്റ്റത്തിന് മൊത്തത്തിലുള്ള എർത്ത് ലീക്കേജ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എർത്ത് ലീക്കേജ് റിലേ കൊടുക്കണം. എർത്ത് ലീക്കേജ് റിലേ പ്രവർത്തിക്കുന്നത് ശരിക്കും ഒരു MCCB ഒരു ഷണ്ട് വഴിയാണ്. റിലേയിൽ നിന്നൊരു കണക്ഷൻ എർത്ത് ലീക്കേജ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഷണ്ടിലേക്ക് പോവുകയും ഷണ്ട് അത് MCCB ട്രിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് MCCB വേണം. കാരണം മാക്സിമം സുരക്ഷയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാനൽ ബോർഡുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഐസൊലേറ്റർ വെക്കുമ്പം നോർമലി ഉള്ള കേസിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. പക്ഷെ കോസ്റ്റിനേക്കാൾ ഉപരി നമ്മൾ നോക്കേണ്ട സുരക്ഷയാണ്. പിന്നെ ഓരോ തരത്തിലും നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പാനൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ശരിക്കും MCCB ഇല്ലാതെ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. ചേഞ്ച് ഓവർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട് ഗോയിങ്ങിൽ നമ്മൾ SFO MCBയോ അല്ലെങ്കിൽ MCCBയോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സെപ്പറേറ്റ് ഫീഡറുകളുള്ള DBകളിൽ നമ്മൾ ELCB പ്രൊവൈഡ് ചെയ്യാം. ആ രീതിയിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ടോട്ടൽ മൊത്തത്തിൽ സിസ്റ്റത്തിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ MCCB ചേഞ്ച് ഓവർ കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു മെത്തേഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCB സപ്ലൈക്ക് മാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഒരു SFO അല്ലെങ്കിൽ ഒരു ഐസൊലേറ്ററോ ഒരു MCCBയോ KCB സപ്ലൈ നേരിട്ട് MCCBയിൽ അല്ലെങ്കിൽ ആ SFOയിലോ ഐസൊലേറ്ററിലോ കയറുന്നു. അതിനുശേഷം അത് ചേഞ്ച് ഓവറിലേക്ക് പോകുന്നു. അതിനുശേഷം ചേഞ്ച് ഓവറിൻ്റെ കോമൺ ബസ് ബാറിലേക്ക് പോകുന്നു. ചേഞ്ച് ഓവറിൻ്റെ രണ്ടാമത്തെ പോളിൽ ജനറേറ്ററും കണക്ട് ചെയ്യുന്നു. ആ രീതിയിലും ചെയ്യാം. അപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സ്റ്റാൻഡേർഡും ഓരോരുത്തർ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഓരോ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. കൂടുതൽ പ്രൊട്ടക്ഷനെ ബേസ് ചെയ്ത് നമുക്കത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ബേസിക്കായിട്ട് നോക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുന്നത് പ്രൊട്ടക്ഷനാണ്. കോസ്റ്റിനേക്കാൾ ഉപരി പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമ്മൾ MCCB കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവും, നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. SFO ആണെങ്കിൽ ഫ്യൂസ് പോവും, ഫ്യൂസ് ചേഞ്ച് ചെയ്യണം. ഫ്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യമുണ്ട്. MCCB ആണെങ്കിൽ നമുക്ക് സാധാരണ ഏതൊരാൾക്കും അത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സമയത്തും ചെയ്യാനായിട്ട് പറ്റുന്ന പുതുതായിട്ട് വരുന്ന പ്രൊജക്റ്റുകൾക്ക് ഉള്ള പാനൽ ബോർഡിൻ്റെ മാനുഫാക്ചറിങ് ഞങ്ങൾ ചെയ്തു വരുന്നു. അപ്പോൾ മേജറായിട്ട് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന പാനൽ ബോർഡ്സ് എല്ലാം നമ്മൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ആ ഒരു നോംസ് പ്രകാരമാണ്, സേഫ്റ്റിയെ മുൻനിർത്തിയാണ് പാനൽ ബോർഡുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ ഫ്യൂച്ചറിൽ വരുന്ന എക്സ്പാൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ആ പ്രൊജക്റ്റിൽ എത്രത്തോളം എക്സ്പാൻഷൻ വരും അതിനുള്ളൊരു പ്രൊവിഷനും കൂടെ കൊടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അഡീഷണൽ റിക്വയർമെൻറ്റ് വരുവാണ്, ഒരു പുതിയ മെഷീനറിയോ അല്ലെങ്കിൽ പുതിയ ലോഡ് വരുവാണെങ്കിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, കുറഞ്ഞ കോസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ പ്രൊവിഷൻ കൊടുത്തില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാനലിൽ റീമോഡിഫിക്കേഷന് കൂടുതലായിട്ട് വേണ്ടി വരികയും കോസ്റ്റ് ഒരുപാട് വരുന്നതിന് കാരണമാവും. അത് കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റിനെ ശരിക്കും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ പാനൽ ബോർഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം മേജറായിട്ട് നമ്മൾ ചെയ്യുന്ന പാനൽ ബോർഡ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്ന മെയിൻ സ്വിച്ച് ബോർഡ്. ഏത് ഇൻഡസ്ട്രി എടുത്താലും കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് എടുത്താലും അതിനൊക്കെ മെയിൻ സ്വിച്ച് ബോർഡ് പ്രധാനമായിട്ടും ആവശ്യമാണ്. ഒരു മെയിൻ പാനൽ വന്നിട്ടായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അതിനുശേഷം മെയിൻ പാനലിൽ നിന്ന് ഓരോ ലോഡിൻ്റെ റേഷ്യോ അനുസരിച്ച്, ഓരോ ലോഡിൻ്റെ റേറ്റിംഗ് അനുസരിച്ചിട്ട് നമ്മൾ ആ സബ് സ്വിച്ച് ബോർഡ് വഴി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഒരു മെയിൻ സ്വിച്ച് ബോർഡ് വരും, അതിനുശേഷം സബ് സ്വിച്ച് ബോർഡിലേക്ക് വരും, അതിനുശേഷം ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കൺട്രോൾ. APFC പാനൽ നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിൽ ഉപയോഗിക്കും. ഇൻഡസ്ട്രിയൽ കൂടുതൽ മോട്ടോർ ലോഡുകൾ, ഇൻഡക്റ്റീവ് ലോഡ് വരുന്നിടത്താണ് കപ്പാസിറ്റർ പാനലിൻ്റെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റർ പാനൽ നമുക്ക് ലോഡ് നോക്കിയിട്ട് അതിന് എത്രയാണ് യൂണിറ്റ് പവർ ഫാക്ടറിലേക്ക് എത്തിക്കാനുള്ള കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കപ്പാസിറ്റർ പാനൽ ഡിസൈൻ ചെയ്യുകയും അത് മെയിൻ സ്വിച്ച് ബോർഡ്, സബ് സ്വിച്ച് ബോർഡ്, കപ്പാസിറ്റർ പാനൽ എന്നുള്ള രീതിയിൽ വരികയും ചെയ്യും. ചില പ്രൊജക്റ്റുകൾക്ക് നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ചില പ്രൊജക്റ്റുകൾക്ക് കപ്പാസിറ്റർ പാനൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം കപ്പാസിറ്റർ പവർ ഫാക്ടർ കുറഞ്ഞതിൻ്റെ പേരിൽ പെനാൽറ്റി വരുവാണെന്നുണ്ടെങ്കിൽ KCBയുടെ ബില്ല് നോക്കി കഴിഞ്ഞാൽ അറിയാം, പെനാൽറ്റി വരുന്നുണ്ടെങ്കിൽ ആ പെനാൽറ്റി ഒഴിവാക്കാനായിട്ട് ആ പ്രൊജക്റ്റിൽ ഒന്നുകിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ കപ്പാസിറ്റർ പാനൽ മാറ്റിയിട്ട് വലിയ കപ്പാസിറ്റർ പാനലിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് പെനാൽറ്റി ഒഴിവാക്കുകയും കറണ്ട് ചാർജിൽ കുറവ് വരികയും ചെയ്യും. അപ്പോൾ സെപ്പറേറ്റ് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റർ പാനലും കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഹൈ ടെൻഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റർ പാനലും. അപ്പോൾ ലോ ടെൻഷനിലാണെങ്കിലും 100 kVക്ക് താഴെയുള്ള ലോഡാണെങ്കിലും അവിടെ കപ്പാസിറ്റർ പാനൽ കൊടുക്കാം, അവിടെ ഇൻഡക്റ്റീവ് ലോഡ് കൂടുതലാണെങ്കിൽ. ഇപ്പോൾ ലോ ടെൻഷൻ പ്രൊജക്റ്റുകളിൽ നമുക്ക് ചെറിയ മോട്ടറുകളൊക്കെ ഉള്ളൂ എങ്കിലും ആ ലോഡിൽ ആ മോട്ടറിന്
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കപ്പാസിറ്ററും കൊടുക്കാം. പക്ഷേ കൂടുതൽ സുരക്ഷ, ഫ്യൂച്ചറിലേക്ക് കൂടുതൽ സുരക്ഷയും കൃത്യമായിട്ട് APFC റിലേ സെൻസ് ചെയ്ത് പവർ ഫാക്ടർ കൃത്യമായിട്ട് യൂണിറ്റിയിൽ നിർത്തുന്നതിന് നമുക്കൊരു കപ്പാസിറ്റർ പാനലായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടും ഇൻഡിപെൻഡൻറ്റ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടും നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് കപ്പാസിറ്റർ പാനൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ VFD പാനൽസ് നമുക്കറിയാം. VFD വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, ശരിക്കും മോട്ടറുകൾക്ക് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാനും ടോർക്ക് കൂട്ടുന്നതിനും അതിൻ്റെ RPM കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് VFD ഉപയോഗിക്കുമ്പോൾ നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പല പർപ്പസിനും, ചില പർപ്പസിൽ മോട്ടോർ റിവേഴ്സ് കറക്കണം, ചിലയിടത്ത് ക്രഷർ പോലെയുള്ള പ്രൈമറിയിൽ ജെർക്കിങ് ആവശ്യമായിട്ടുണ്ട്, ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പം സ്പീഡ് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ മോട്ടറിൻ്റെ എഫിഷ്യൻസി കൂട്ടാനും മോട്ടറിൽ കൃത്യമായ ആംബിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ആംബിയർ തന്നെ മോട്ടർ ട്രിപ്പ് ആവുകയും മോട്ടറിന് കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ ക്രഷറുകൾ, അതുപോലെ ചില പ്രത്യേക പർപ്പസിൽ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്കൊക്കെയാണ് VFD ഉപയോഗിക്കുന്നത്. ഇപ്പോൾ VFD പാനൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോട്ടറിന് സെപ്പറേറ്റ് VFD പ്രൊവൈഡ് ചെയ്യാം. ചില ഗ്രൂപ്പ് ഓഫ് മോട്ടറിന് വേണമെങ്കിൽ VFD നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെപ്പറേറ്റ് VFD പാനൽ കൊടുക്കാം. ഒരു പ്രൊജക്റ്റിന് ഇപ്പോൾ ക്രഷർ പോലെയുള്ളതോ മറ്റ് ഇൻഡസ്ട്രികൾക്കൊക്കെയാണ് കൂടുതൽ VFD പാനൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രൊജക്റ്റിന് VFD ആണോ നല്ലത്, അതോ സ്റ്റാർട്ടർ ആണോ നല്ലതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ഡിസൈൻ ചെയ്യാനും പറ്റും. ഇപ്പോൾ VFD ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ വലിയ മോട്ടറുകളിലൊക്കെ VFD ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനൊരു സ്റ്റാൻഡ് ബൈ ആയിട്ടൊരു സ്റ്റാർട്ടർ ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ VFD നമുക്കൊന്ന് സർവീസിന് പോകണമെങ്കിൽ ആ പ്രൊജക്റ്റ് മുടക്കം കൂടാതെ പ്രവർത്തിക്കുന്നതിന് ആ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കസ്റ്റമറുടെ നീഡ് അനുസരിച്ച്, അല്ല പ്രൊജക്റ്റിൻ്റെ നീഡ് അനുസരിച്ചിട്ട് കൃത്യമായ രീതിയിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ദീർഘകാലം സുരക്ഷിതമായിട്ട് നമുക്ക് ആ പ്രൊജക്റ്റ് സുരക്ഷിതമായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് AMF പാനൽ, ഓട്ടോ മെയിൻ ഫെയിലിയർ പാനലിനെ നമുക്ക് പരിചയപ്പെടാം. AMF പാനൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു KCB സപ്ലൈയും ഒരു ജെൻസെറ്റും ഉള്ളിടത്താണ്. KCB ഫെയിൽ ആകുമ്പോൾ, KCB സപ്ലൈ പോയി കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ജെൻസെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് AMF പാനൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോയിട്ട് ജെൻസെറ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ട, അതുപോലെ കറണ്ട് വരുമ്പോൾ ചേഞ്ച് ഓവർ ചെയ്യേണ്ട, ഇതെല്ലാം തനിയെ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ATS വഴി നമുക്ക് KCB ജെൻസെറ്റും കൺട്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ KCBക്കും ജെൻസെറ്റിനും വരുന്ന ഇൻകമറിൽ പവർ കോണ്ടാക്ടർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഒരു AMF റിലേ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം KCB സപ്ലൈ പോയി കഴിയുമ്പോൾ AMF റിലേയാണ് സെൻസ് ചെയ്തിട്ട് കമാൻഡുകൾ കൊടുക്കുന്നത്. DG സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കമാൻഡ് കൊടുക്കുന്നതിനും തിരിച്ച് KCB സപ്ലൈ വന്നു കഴിയുമ്പോൾ ഒരു നിശ്ചിത സമയത്തേക്ക് ജെൻസെറ്റ് റൺ ചെയ്യുകയും ആ സമയം കഴിഞ്ഞ് കൃത്യമായി KCB സ്റ്റഡി ആണെന്ന് മനസ്സിലാക്കി ജെൻസെറ്റ് ഓഫ് ചെയ്യുന്നുള്ള കമാൻഡ് കൊടുക്കുന്നതും ഈ AMF റിലേ വഴിയാണ്. അതുപോലെ തന്നെ വോൾട്ടേജ് താഴെ പോവുകയോ ഓവർ വോൾട്ടേജ് വരികയോ അല്ലെങ്കിൽ ഒരു ഫേസ് ഫെയിൽ ആവുകയോ ചെയ്താൽ നമ്മുടെ സിസ്റ്റം പ്രൊട്ടക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായി KCB സപ്ലൈ ഓഫ് ചെയ്യുകയും ജെൻസെറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ടുള്ള വോൾട്ടേജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതിനായിട്ടും AMF ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ AMF എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജെൻസെറ്റും KCBയും തമ്മിലുള്ള ആ ചേഞ്ച് ഓവറിങ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സും ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞതിലൂടെ AMF പാനലാണ് മെയിൻ സിസ്റ്റത്തിലും, അതുപോലെ LT ആണെങ്കിലും HT ആണെങ്കിലും AMF പാനലാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്.